ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, ബട്ട് അൺഫോർച്യുനേറ്റ്ലി നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇടാനുള്ള റീസൺ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് LLC. എനിക്ക് ഒരുപാട് ആൾക്കാർ DM ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പെൻസീവ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ UAE ഇത് ചെയ്തു കൊടുക്കുന്ന ഏജൻസികളുണ്ടോ എന്ന് വെച്ചിട്ട്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് തോന്നിയ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ പോലെ ചെയ്യാന്നുള്ളത്. സോ ഈ US ബേസ്ഡ് LLC നമ്മൾ മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ UAE അല്ലെങ്കിൽ GCC കൺട്രീസിൽ, എസ്പെഷ്യലി GCC കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഒരു ലൈസൻസ് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലൊരു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു ജനറൽ ട്രേഡിംഗ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അറ്റ്ലീസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 500-600 ദിനാറൊക്കെ മിനിമം ആവും. ദാറ്റ്സ് ഓൾമോസ്റ്റ് എന്താ പറയുക, 1,50,000 1,60,000 ഒക്കെ ആയി. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് LLC, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഒരു ഇ-കൊമേഴ്സ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു LLC ആണ് വയോമിങ്. വയോമിങ് എന്ന് പറയുമ്പോൾ നമ്മളെ US തന്നെയുള്ള ഒരു സ്റ്റേറ്റ്. അതിന് കുറേ ടാക്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ LLC എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന LLCൻ്റെ പേര്, ആ പേര് അവൈലബിൾ ആണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ LLC അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഇവിടെ നമ്മൾ അടിച്ചു നോക്കുകയാണ്, ഓഫ്ലൈൻ സൊസൈറ്റി. ജസ്റ്റ് ഒരു റാൻഡം പേരടിക്കുക, എന്നിട്ട് കണ്ടെയ്ൻസ്, എന്നിട്ട് ജസ്റ്റ് സെർച്ച് എടുത്ത് നോക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റിസൾട്ട് വരും. നോ റിസൾട്ട് ഫൗണ്ട്. അപ്പോൾ ആ ഒരു പേരിൽ LLC ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, LLC നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് LLC എടുക്കാൻ 2-3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ തന്നെ ഒരു അഡ്രസ് പ്രൂഫ് വേണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ബഹ്റൈൻ ബേസ്ഡ് ആയതിനെ കൊണ്ട് ബഹ്റൈനിൽ എനിക്ക് ഒരു ഒന്നെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് താമസിക്കുന്ന ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിസിറ്റി ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ വേണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അഡ്രസ് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ കറൻ്റ്ലി നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ അഡ്രസ്സ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള അഡ്രസ്സ് എന്തായാലും കുഴപ്പമില്ല. ഈ നോർത്ത് വെസ്റ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു കൊടുത്തതും ഞാൻ ചെയ്തിട്ടുള്ളതും എൻ്റെ പേഴ്സണലി ചെയ്തിട്ടുള്ളതുമായ ഒരുവിധം എല്ലാ ഇതും ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, ഈ ഒരു ഇത് വെച്ചിട്ടാണ്. നോർത്ത് വെസ്റ്റ് വെച്ചിട്ടാണ്. ഞാനിത് ചൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. മീൻസ് $39 മാത്രമേ ഉള്ളൂ ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന സമയത്ത്. പിന്നെ റിന്യൂവലും കുറച്ചും കൂടെ ഫാസ്റ്റാണ്. മീൻസ് അവരുടെ സർവീസസും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഇതുണ്ടാക്കിയ ഒരു സാധനമാണ്. അങ്ങനെയാണ് ഞാൻ ഈ നോർത്ത് വെസ്റ്റ്, ഈവൻ നമ്മൾ ChatGPT-നോട് ചോദിച്ചു കഴിഞ്ഞാലും ChatGPT റെക്കമെൻഡ് ചെയ്യുന്ന നോർത്ത് വെസ്റ്റ് ആയിരിക്കും. നമുക്ക് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഏജൻസി ഫോർ വയോമിങ് LLC. for Wyoming LLC formation. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ChatGPT-നോട്. The strongest overall choice is Northwest registered agent. എന്താ പറയുക, നമുക്ക് നോർത്ത് വെസ്റ്റിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ആദ്യം നമ്മൾ നോർത്ത് വെസ്റ്റിൻ്റെ ഈ ഒരു പേജിലേക്ക് വരിക.
ഇൻകോർപ്പറേഷൻ സർവീസ് സൈനപ്പ് എന്നുള്ളത്. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഈ പേജിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഇതിന് ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് പേജിലേക്ക് വന്നതിനാൽ മാത്രമേ നമുക്ക് കമ്പനി ഫോർമേഷൻ്റെ പേജിലെത്തുള്ളൂ. സോ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ LLC ചൂസ് ചെയ്ത്, പിന്നെ നമ്മുടെ ജൂറിസ്ഡിക്ഷൻ വയോമിംഗ് ചൂസ് ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ഇതിൻ്റെ പ്രൈസ് ചേഞ്ചായി $39 നമ്മുടെ നോർത്ത് വെസ്റ്റിൻ്റെ ചാർജ്. പിന്നെ വയോമിംഗ് സ്റ്റേറ്റിൻ്റെ LLCൻ്റെ ഫീസ് എന്ന് പറയുന്നത് $104. ഓക്കെ, നമ്മളിതിൽ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു. എന്നിട്ടിപ്പോൾ കമ്പനി നെയിം നമ്മളിവിടെയും ഓഫ്ലൈൻ സൊസൈറ്റി. ഓക്കെ, സോ LLC ഇത് ചൂസ് ചെയ്തു. ഇത് ഓൾറെഡി നമ്മൾ LLC ഇവിടെ ഇതായിട്ട് വരുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. അഡ്രസ് ഓഫ് സ്റ്റേറ്റ് റെക്കോർഡ്സ്, യൂസ് ജനറിക് ബിസിനസ് പർപ്പസ്. ഓക്കെ, ഇത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഇവിടെ ഞാൻ കറൻ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമെയിൽ അഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു രജിസ്ട്രേഷൻ പർപ്പസിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് ജിമെയിൽ ഉണ്ടാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനി പേര് xyz.com അല്ലെങ്കിൽ xyz LLC എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ xyz@gmail.com എന്നുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് എടുത്ത് നോക്കുക ഇനീഷ്യലി. എന്നിട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിടാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ മെമ്പറിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽസ്. നമ്മളെ കമ്പനി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ. സോ അവിടെ ഞാൻ എൻ്റെ പേര് തന്നെ അടിച്ചു കൊടുക്കാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ ആഡ് മെമ്പർ, ഒരു മെമ്പർ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ കുറേ ആഡ് ഓൺസ് ഉണ്ട്. നമുക്ക് ഇൻകോർപ്പറേഷൻ, എലക്ഷൻ വിത്ത് IRS, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കറൻ്റ്ലി. ഓക്കെ, നമുക്ക് ഈ മെയിൽ സർവീസസിൻ്റെ ആവശ്യമില്ല, ട്രേഡ് മാർക്ക് ഫയലിങ്ങിൻ്റെ ആവശ്യമില്ല, കോർപ്പറേറ്റ് സപ്ലൈ, ഇതൊന്നും നമ്മൾ കറൻ്റ്ലി ഇനീഷ്യലി എടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുക. ജസ്റ്റ് ക്ലിക്ക് സബ്മിറ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഐ മീൻ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ഓർഡർ കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 2-3 ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യും, LLC ഫോർമേഷൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് LLC നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EIN നമ്പർ എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമുക്ക് ഈ നമ്പർ, നമുക്ക് ആ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാങ്ക് അക്കൗണ്ട്, അതേപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് 2-3 രീതിയിൽ ഈ EIN നമ്പർ എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ രജിസ്റ്റേർഡ് ഏജൻറ്റ് ത്രൂ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു $100, $150 അടുത്ത് നിങ്ങൾക്ക് എക്സ്പെൻസ് ആവും. അവർ തന്നെ നിങ്ങൾക്ക് EIN നമ്പർ എടുത്തിരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൺ ചെയ്യുക. EIN നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾക്കൊരു കാണിച്ചു തരാം. EIN IRS നമ്പർ, ഒരു ടെലിഫോൺ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഫോൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരപ്പം തന്നെ നിങ്ങൾക്ക് EIN നമ്പർ എടുത്തിരും. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആക്സെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങൾക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവർ ഭയങ്കര അഗ്രഷനാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ എന്നിട്ട് അവസാനം ഫാക്സ് അയച്ചിട്ടൊക്കെയാണ് ഇത് ശരിയാക്കിയത്. പിന്നെ ഞാൻ ഫാക്സാണ് അയക്കാറ്, ഞാൻ ഈ സാധനങ്ങൾ ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫാക്സ് നമ്പർ
ഈ ഒരു ഫാക്സ് നമ്പർ ഇന്റർനാഷണൽ ഇ എൻ അപ്ലിക്കൻസ്. സോ ഇതാണ് ആ ഫോൺ നമ്പർ, നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്, ഈ 267-941 എന്നുള്ള നമ്പർ. നിങ്ങൾ ഫാക്സ് അയക്കുകയാണെങ്കിൽ ഇതാ ഔട്ട്സൈഡ് ദ US എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ +01 അല്ലെങ്കിൽ +1 അടിച്ചിട്ട് നിങ്ങൾ മെയിൽ അയക്കുക. സോ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, 304-707-9471 എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നമ്പറാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സ് അയക്കാനുള്ള ഒരു ഫോം ഉണ്ട്. ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുക. സോ ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ അതിൻ്റെ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഒരു ക്ലിയർ പിക്ചർ. വെറുതെ റാൻഡമായിട്ട് എന്തെങ്കിലും എഴുതി അയക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ മാച്ച് ചെയ്യേണ്ട ഒരു സാധനങ്ങളാണ്. എല്ലാ ഡോക്യുമെന്റ്സും അപ്പുറത്തിപ്പുറത്ത് മാച്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടൂല. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് ഈ ഫോമിൽ ജസ്റ്റ് നോക്കി നോക്കുക. ലീഗൽ നെയിം ഓഫ് എൻറ്റിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി നമുക്ക് LLC കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LLCൻ്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേരുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഓഫ്ലൈൻ സൊസൈറ്റി LLC ഇങ്ങനെ ആയിരിക്കും നമ്മൾ മറ്റേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ താഴെ ട്രേഡ് നെയിം ഓഫ് ബിസിനസ് ഇഫ് ഡിഫറെൻറ്റ്. സോ നോർമലി ഇത് സെയിം ആയിരിക്കും നെയിം. സോ നമുക്ക് അടുത്ത ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിംഗ് അഡ്രസ്സ് നമുക്ക് നമ്മളെ നമ്മളെ LLCൻ്റെ ഫോർമേഷൻ ഡോക്യുമെൻറ്റ്സിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും നമ്മളെ മെയിലിംഗ് അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. കൂടുതലും ഈ നമ്പർ ഈ ഒരു ഇതാണ് ഉണ്ടാവുക, ഗോൾഡ് സ്ട്രീറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇതുണ്ടാവുക, വയോമിങ് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനുണ്ടാവും. ഓക്കെ, ഇത് രണ്ടും ഈ 4Bയും 4A 4B പിന്നെ അതേപോലെ ഈ 6 ഇത് മൂന്നും നിങ്ങൾ ആ ഡോക്യുമെൻ്റ് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് റെസ്പോൺസിബിൾ പാർട്ടി. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുത്തു, നെയിം ഓഫ് റെസ്പോൺസിബിൾ പാർട്ടി. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ചോദിക്കേണ്ടത് SSN, ITIN ഓർ EIN ഈ 3 സാധനവും നിങ്ങൾക്കില്ല, കാരണം നിങ്ങളൊരു ഫോറിനറാണ്. സോ നിങ്ങൾ ഇവിടെ അടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ, ഇവിടെ നല്ല ഗ്യാപ്സ് ലോക്കിൽ അടിച്ചു കൊടുക്കുക, എന്തായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഫോറിൻ സ്പെല്ലിംഗ് അറ്റല്ലേ ഫോറിൻ. ഓക്കെ, പിന്നെ വരുന്നത് ഈസ് ദിസ് ആപ്ലിക്കേഷൻ ഫോർ ലിമിറ്റഡ് ലെവൽ കണക്ട് ചെയ്യുക. ഇത് നമ്മൾ S കൊടുക്കാം. ഈസ് എൻ്റർ ദ നമ്പർ ഓഫ് LLC മെമ്പേഴ്സ്. സോ കറൻ്റ്ലി നമുക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒറ്റ മെമ്പറിലുള്ളൂ, ഒന്നടിച്ചു കൊടുക്കുക. ടൈപ്പ് ഓഫ് എൻറ്റിറ്റീൻ്റെ പുറത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഇതിൽ അതർ കൊടുക്കുക. ഓക്കെ, അതർ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഫോറിൻ ഓൺഡ് designated അല്ല disregarded entity മീൻസ് നമ്മളെ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് ഈ സോൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ നമ്മൾ US സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പാർട്ട്ണർഷിപ്പ്, കോർപ്പറേഷൻ, കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മളിവിടെ ഫോറിൻ ഓൺഡ് ഡിസ്റിഗാർഡഡ് എൻറ്റിറ്റി മീൻസ് അത് നമ്മൾ അതറിലാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ഇതിൽ നമുക്ക് കറൻ്റ്ലി ഒന്നും ഫില്ലപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, ഈ സ്റ്റേറ്റ് കാര്യങ്ങളൊന്നും ഫില്ലപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ഫോറിൻ ഓൺഡ് ഡിസ്റിഗാർഡഡ് എൻറ്റിറ്റി ഇത് മാത്രം കൊടുത്താൽ മതി. പിന്നെ അടുത്ത ഫില്ല് ചെയ്യാനുള്ളത് ഈ ഫേറ്റീസ് യെസ് വാസ് LLC ഓർഗനൈസ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ ഇതിൽ നമ്മൾ ഓക്കെ, സോ ഈ 8A എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് നോക്കുക. 8A is this application limited liability companies foreign equivalent. So നമ്മളിവിടെ S കൊടുത്തിട്ടുണ്ട്. സോ ഈ 8A is yes was the LLC organized in the United States. സോ നമ്മളിത്
യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഫോം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു എസ് ടിക്കറ്റ് കൊടുക്കുക. ഇത് മിസ്സായി പോയത് കേട്ടോ, ഇത് മിസ് ചെയ്യരുത്. എല്ലാ സാധനങ്ങളും കറക്റ്റ് വായിച്ചു നോക്കി ഫില്ല് ചെയ്തിട്ട് വേണം അയക്കാൻ. പിന്നെ അടുത്ത് വരുന്നതാണ് ഇഫ് എ കോർപ്പറേഷൻ നെയിം ഫോറിൻ ആപ്ലിക്കബിൾ വേർ ഇൻകോർപ്പറേറ്റഡ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, if a corporation name of a state or foreign country if applicable were incorporated. So ഇവിടെ നമ്മൾ നോട്ട് അവൈലബിൾ കൊടുക്കുക, ഫോറിൻ കൺട്രി നോട്ട് അവൈലബിൾ. ഓക്കെ. പിന്നെ റീസൺ ഫോർ അപ്ലൈയിങ് സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇവിടെ ഡേറ്റ് സ്റ്റാർട്ടഡ് ഒക്കെ നമ്മൾ ഈ ഡേറ്റ് ബിസിനസ് സ്റ്റാർട്ടഡ് ഓർ അക്യൂർഡ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ആ ബിസിനസ് ഫോം ചെയ്ത ഡേറ്റ്, നമ്മൾ ഇന്ന് ഫില്ല് ചെയ്യുന്ന ഡേറ്റ് അല്ല, നമ്മൾ ബിസിനസ് ഫോം ചെയ്ത ഡേറ്റ് അത് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ. പിന്നെ അതേപോലെ ക്ലോസിങ് മന്ത് ഓഫ് അക്കൗണ്ടിങ് ഇയർ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസംബർ കൊടുക്കുക. ഡിസംബർ മന്തിലാണ് നമ്മൾ അക്കൗണ്ട് ക്ലോസിങ്. ഓക്കെ. സോ അടുത്ത് വരുന്നത് ഹയസ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് 12 years. ഇത് ആക്ച്വലി നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ 14 നമുക്കിപ്പോൾ കറൻ്റ്ലി ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് ഡേറ്റ് ഓഫ് വേജസ്, ഓക്കെ, ഫസ്റ്റ് ഡേറ്റ് വേജസ് when it is were paid. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി കൊടുത്തിട്ടില്ല. സോ നോട്ട് അവൈലബിൾ എന്ന് കൊടുക്കുക. ചെക്ക് വൺ ബോക്സ് അറ്റ്ലീസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പൽ ആക്ടിവിറ്റി ഓഫ് യുവർ ബിസിനസ്. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ നിങ്ങൾ കൂടുതലും ഇ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഏത് സെക്ടറിലാണ് നിങ്ങളുടെ ബിസിനസ് ഉള്ളതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൂടുതലും ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എവർ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് പോലും എൻ്റർ ചെയ്യാൻ പാടില്ല. സോ അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ റീറ്റെയിലിന് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബിസിനസ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോൾസെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ കൊടുക്കാം. സോ കറൻ്റ്ലി നമ്മൾ റീറ്റെയിൽ കൊടുത്തു. അടുത്ത ലൈൻ ചോദിക്കുന്നത് ഇൻഡിക്കേറ്റ് ദ പ്രിൻസിപ്പൽ ലൈൻ ഓഫ് മർച്ചൻറ്റ് സോൾഡ് സ്പെസിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഡൺ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ സർവീസ്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് പ്രിൻസിപ്പൽ ലൈൻ ഓഫ് മർച്ചൻറ്റൈസ് സോൾഡ് സ്പെസിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഡൺ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ഓർ സർവീസ് പ്രൊവൈഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീറ്റെയിലാണ് ചൂസ് ചെയ്തത്. സോ ഈ ഒരു ലൈനിൽ നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെല് ചെയ്യുന്നത് ഒരു ടീഷർട്ടാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇവിടെ എഴുതുകയാണ് റീറ്റെയിൽ പ്രിന്റിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് അപ്പാരൽസ് including t-shirts, hoodies and jackets. സോ നിങ്ങളെ കറക്റ്റ് എന്താണെന്നുള്ളത് അക്രോസ് ദ വേൾഡ്, നിങ്ങൾ എല്ലായിടത്തും സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അക്രോസ് ദ വേൾഡ് നിങ്ങൾക്ക് കറക്റ്റ് ആക്യുറേറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ സാധനങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ChatGPT-നോട് ചോദിക്കുക ഈ എഴുതിയത് കറക്റ്റ് ആണോ. കാരണം ഈ ഒരു ലൈനിലാണ് നിങ്ങളെ എന്താ ചെയ്യുക, അവർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളെ പർപ്പസ് എന്താണെന്നുള്ളത്. സോ അത് കറക്റ്റ് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നത് ഹാസ് ദ ആപ്ലിക്കൻറ്റ് എൻറ്റിറ്റി ഷോൺ ഓൺ ദ ലൈൻ എവർ അപ്ലൈഡ്. നിങ്ങൾ മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നല്ല, നിങ്ങളുടെ സെയിം പേരിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നല്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ, അപ്പോൾ അത് നോ കൊടുക്കുക. ഓക്കെ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് തേർഡ് പാർട്ടി ഡിസൈനിങ്. സോ ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ജസ്റ്റ് അത് ഒഴിവാക്കി വിടാം. പിന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഫുൾ നെയിം. അതേപോലെ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ. നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ നിങ്ങളുടെ ലോക്കൽ നമ്പറായിട്ടും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ആപ്ലിക്കൻ്റെ ഫാക്സ് നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക. ഈ ഫാക്സ് നമ്പർ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തായാലും ഫാക്സ് ഓൺലൈനായിട്ട് അയക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫാക്സ് ഏതെങ്കിലും ഒരു ഫാക്സ് ഓൺലൈനായിട്ട് ഫാക്സ് അയക്കുന്ന ഒരു, ഞാൻ കൂടുതലും ഫാക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഞാൻ യൂസ് ചെയ്യുക, ഫാക്സ് പ്ലസ്. സോ ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സ് പ്ലസ്സിൽ പോവുക, എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഒരു പ്ലാൻ ആദ്യം എടുത്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, ഫാക്സ് പ്ലസ് പോവുക, എന്നിട്ട് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളൊരു ഫാക്സ് ID കിട്ടും, ഫാക്സ് നമ്പർ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫാക്സ് നമ്പർ, സെൻഡ് ഫാക്സ്. ഓക്കെ, സോ ഈ ഫാക്സ് നമ്പർ കോപ്പി ചെയ്യുക, എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സൈൻ ചെയ്തിട്ട്, ഒന്നെങ്കിൽ ഈ പേപ്പർ പ്രിന്റ് ചെയ്തിട്ട് സൈൻ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു PNG ഫയലാക്കിയിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക കറക്റ്റ്. ഓക്കെ, ആ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം, കറക്റ്റിൽ വിഷ്വലി നമുക്ക് കാണുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഫില്ല് ചെയ്യുന്ന ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ഇന്ന് 12 ആണെങ്കിൽ അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഡേറ്റ്. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് പേജിൻ്റെ ആവശ്യമില്ല, ഇത് അതിൻ്റെ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഓക്കെ, ഇത് ആയി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ LLCൻ്റെയും ഇതിൻ്റെയും കൂടെ ഇത് അറ്റാച്ച് ചെയ്തു, സൂക്ഷിച്ചു വെക്കുക. പിന്നെ അടുത്ത് വരുന്നതിനാൽ ഈ ഫാക്സിൽ പോവുക, എന്നിട്ട് ഈ ഫാക്സ് അയക്കുന്ന ഈ ഒരു നമ്പറിൽ, ഞാൻ നേരത്തെ ഒരു നമ്പർ പറഞ്ഞതില്ലേ, എംപ്ലോയർ ഐഡൻറ്റിഫിക്കേഷൻ EIN അപ്ലിക്കൻ്റെ IRSലെ ഈ ഒരു നമ്പർ കോപ്പി ചെയ്യുക, ഈ ഒരു ഫാക്സ് നമ്പർ കോപ്പി ചെയ്യുക, എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓക്കെ, അപ്പോൾ ഇവിടെ +1 അടിക്കുക. എന്നിട്ട് ഇത് ഓൾറെഡി ഞാൻ അയച്ചുകൊണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ 304707947 ഇതാണ് ഇവരുടെ 9471 ഔട്ട്സൈഡ് US നിങ്ങൾ ഫാക്സ് അയക്കേണ്ട ഇത്. പിന്നെ ഇവിടെ കറക്റ്റ് മെസ്സേജ്, യു ക്യാൻ അപ്ലൈ ഓൺലി ഫോർ 1 EIN പെർ ഡേ. സോ നിങ്ങൾ ഒരു ഫാക്സ് ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഈ സെയിം നെയിം വെച്ചിട്ട് രണ്ടാമതൊരു ഫാക്സ് വേറൊരു ഇതിനു വേണ്ടി ആ സെയിം ഡേ തന്നെ അയക്കരുത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 15 days എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 LLCക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ വേസ്റ്റ് സിനാരിയോ പറയും. സോ അങ്ങനെ അയക്കഴിഞ്ഞാൽ നിങ്ങളെ ഫാക്സസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് പ്രൂഫോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം, കൂടുതലും ചോദിക്കുകയൊന്നുമില്ല, അപ്രൂവ് ആയി കിട്ടും. സോ അത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ EIN നമ്പർ എടുക്കേണ്ട ഡീറ്റെയിൽസ്. അപ്പോൾ EIN നമ്പർ ആക്ച്വലി നിങ്ങൾക്ക് മെയിലായിട്ടില്ല വരിക, അത് നിങ്ങളുടെ മെയിലിംഗ് അഡ്രസ് ആയിട്ടുള്ള ഈ ഏജന്റ് ഇല്ലേ, ഈ ഏജന്റിനാണ് അത് മെയിലായിട്ട് പോവുക. നോർത്ത് വെസ്റ്റിൽ അവർക്ക് ലെറ്റർ ആയിട്ട് പോവുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. അതിൻ്റെ അകത്തൊരു 8 digit EIN നമ്പർ ഉണ്ടാവും, 03 എന്നൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളുടെ EIN നമ്പർ. അത് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ EIN നമ്പറും LLCയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മെർക്കുറിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, മെർക്കുറി സോ ഇതാണ് മെർക്കുറി ബാങ്കിൻ്റെ ഒരു സൈറ്റ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അല്ല പിന്നെ ഒരുപാട് വീഡിയോ വലിച്ചു നിർത്തി നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഓക്കെ, മെർക്കുറിയിൽ ഓപ്പൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പോർട്ടൽ ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, സെൻഡ് ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റോർ, നിങ്ങളുടെ ഇ-കൊമേഴ്സിൽ നിങ്ങൾ സെല് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ ഓൾറെഡി ബിൽഡ് ചെയ്തിരിക്കണം. ഓക്കെ,
ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. നിങ്ങൾ ഓൾറെഡി ഷോപ്പിഫൈൻ്റെ അകത്ത് സ്റ്റോർ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ LLC എടുക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം പറയേണ്ടായിരുന്നു, മിസ്സായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഇമെയിൽ വേണം. ഇപ്പോൾ നിങ്ങളുടെ ഡൊമൈൻ നെയിം xyz.com എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ, വർക്ക് ഇമെയിൽ എന്ന് പറയുമ്പോൾ info@xyz.com, അങ്ങനെ ഒരു ഇമെയിൽ നിങ്ങൾ സെറ്റാക്കി വെക്കണം. അത് ഈ മെർക്കുറി ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് വെച്ച് കണക്ട് ചെയ്താൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആവുള്ളൂ. നമ്മൾ ജിമെയിൽ വെച്ച് വർക്ക് ഇമെയിൽ അടിച്ചു കഴിഞ്ഞാൽ റിജക്റ്റ് ആവും 100%. അതുകൊണ്ട് വർക്ക് ഇമെയിൽ എപ്പോഴും ഒറ്റ ഇമെയിൽ എടുത്തു നോക്കുക. info@ അല്ലെങ്കിൽ ഹലോ, അത് വാട്ട് എവർ അക്കൗണ്ട്സ് എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അറ്റ് ദ എൻഡ് ആ വർക്ക് ഇമെയിൽ ഇതും വെച്ചിട്ട് എന്ത് ചെയ്യാം, അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇമേജ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം വരുമോ എന്നുള്ളത്. ഓക്കെ, സോ ബാക്കിയുള്ള സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനി നെയിം, കറക്റ്റ് LLC നെയിം ഇവിടെ കൊടുക്കുക. എന്നിട്ട് സെറ്റ് യുവർ മെർക്കുറി കോൾ സൈൻ ഓഫ്ലൈൻ സൊസൈറ്റി ജസ്റ്റ് കൊടുക്കുക. ഈസ് യുവർ കമ്പനി എനി ഓഫ് ദ ഫോളോയിങ്? നിങ്ങളുടെ കമ്പനി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഡ്രഗ് ഡീലിങ് പരിപാടി ഇതൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നൺ ഓഫ് ദ കൊടുക്കുക. പിന്നെ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലീഗൽ ബിസിനസ് നെയിം ഇതെപ്പോഴും അടിക്കുമ്പോൾ LLC എന്നൊരു എക്സ്റ്റൻഷൻ കൂടിയിട്ട് അടിക്കട്ടാ, അതായിരിക്കും. കാരണം നിങ്ങൾ LLC രജിസ്റ്റർ ചെയ്തതിനാൽ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഈ ഒരു നെയിം വെച്ചിട്ടാണ് ബിസിനസ് നെയിമിൽ വരിക. ഓക്കെ, ഇവിടെ കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കൺട്രി, നിങ്ങളുടെ ലോക്കൽ നമ്പർ അടിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ബഹ്റൈനിലാണ്. സോ ബഹ്റൈൻ നമ്പർ ഞാൻ എൻ്റെ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, പിന്നെ കമ്പനി വെബ്സൈറ്റ്, എംപ്ലോയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പിന്നെ കമ്പനി ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ വരുന്നതാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി റീറ്റെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റീറ്റെയിലുള്ള ഏതെങ്കിലും ഇ-കൊമേഴ്സ് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈയിൽ മാത്രമാണ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ഷോപ്പിഫൈ ചൂസ് ചെയ്യുക. ഓക്കെ, കമ്പനി ടൈപ്പ് LLC. ഓക്കെ, പിന്നെ ഇവിടെ കറക്റ്റ് നിങ്ങളുടെ കമ്പനി ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ എന്താണോ സെല് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആക്ടിവിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നോ അല്ലെങ്കിൽ റീസെല്ലിംഗ് എന്നോ ഒന്നും എഴുതാൻ പാടില്ല. കറക്റ്റ് നിങ്ങൾ എന്താണോ പ്രോഡക്റ്റ്, എന്ത് നീഷിലാണോ സെല് ചെയ്യുന്നത്, എവിടെയാണോ സെല് ചെയ്യുന്നത്, അതൊക്കെ ഇവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. കമ്പനി അഡ്രസ്സ്, ഇവിടെ അഡ്രസ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കൺട്രി, സ്ട്രീറ്റ് അഡ്രസ്സ്, അപ്പാർട്ട്മെൻറ്റ്, സിറ്റി, സ്റ്റേറ്റ്, ഈ സാധനങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ LLCയിലുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെ പ്രിൻസിപ്പൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് LLCൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെയിം അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്, അതിൻ്റെ സിപ്പ് കോഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫിസിക്കൽ അഡ്രസ് ഓഫ് വി നീഡ് ടു നോ മോർ അബൌട്ട് യുവർ ടീം, ഡേ ടു ഡേ ലീഗൽ റെഗുലേറ്ററി പോളിസീസ് ക്യാൻ ബി റെസിഡൻഷ്യൽ അഡ്രസ്. ഇത് നോക്കുക, ദിസ് ക്യാൻ ബി യുവർ റെസിഡൻഷ്യൽ അഡ്രസ് ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ഓഫീസ് യെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ UAE-ലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് അഡ്രസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തു വെക്കുക. ഫോർ എക്സാമ്പിൾ ഇവർ അഡ്രസ്സ് ചോദിക്കുമ്പോൾ അഡ്രസ്സിൽ എന്തായാലും അഡ്രസ് പ്രൂഫ് ചോദിക്കും. സോ നമ്മൾ ഈ അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയി. കാരണം ചിലപ്പോൾ 1-2 അഡ്രസ് പ്രൂഫ് ചോദിക്കാനിടയാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഈ ഓണർഷിപ്പ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര്, കാര്യങ്ങൾ, ലീഗൽ മിഡിൽ നെയിം, ഫസ്റ്റ് നെയിം, ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള സെയിം പേര് തന്നെ കൊടുക്കുക. പിന്നെ റോള് നിങ്ങൾ CEO, CFO, നിങ്ങളുടെ കമ്പനിയാണ്, ഫൗണ്ടറോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചിലപ്പോൾ LLCൻ്റെ കൂടെ തരുന്ന ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഇതെന്താണെന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഓണർഷിപ്പ് പെർസെൻറ്റേജ് 100%. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ്. ഓക്കെ, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നോൺ റെസിഡൻറ്റ് US സിറ്റിസൺ ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ,
നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ നാട്ടിലെ നമ്പർ തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ UAE ആണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ നിങ്ങളുടെ ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് ആ രാജ്യത്തെ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന അഡ്രസ്സ് കൊടുക്കുക, വെരിഫൈ ഐഡൻറ്റിറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫി കാര്യങ്ങൾ, പിന്നെ അതേപോലെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫൊക്കെ വെരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഇതൊക്കെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, ഇവിടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക, പിന്നെ എൻ്റർ അടിക്കുക. ഇത് ആക്ച്വലി ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വർക്കാവുള്ളൂ എന്ന് തോന്നുന്നു. നോക്കി നോക്കാം. 1991 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് ഇതാവുള്ളൂ. സോ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മുടെ കമ്പനി ഡോക്യുമെൻറ്റ്സ്. നമ്മളിവിടെ നമുക്ക് LLC ഫോർമേഷന് കിട്ടിയ ആർട്ടിക്കിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവും, പിന്നെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫോർമേഷൻ, ലീഗൽ ബിസിനസ് നെയിം അഡ്രസ്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളെ LLC ഫോർമേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അതും കൂടി ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ EIN ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ EIN അയച്ചു തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ഏജൻറ്റ് നിങ്ങളുടെ മെയിൽ ത്രൂ അയച്ചു തന്ന EIN അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ജനറൽ അക്കൗണ്ട് യൂസേജ്, ഇത് ആരാണ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് തന്നെ കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഒരു 30 അല്ലെങ്കിൽ $20-30 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ടിൽ, മെർക്കുറി അക്കൗണ്ടിൽ. ഹൗ ഡു യു പ്ലാൻ ടു യൂസ്, നിങ്ങൾ ഈ മെർക്കുറി അക്കൗണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് യൂസ് ചെയ്യാൻ. സോ നിങ്ങൾ റിസീവിങ് ഫണ്ട് ഫ്രം പേയിങ് സപ്ലയേഴ്സ്, റിസീവിങ് റവന്യൂ, ഇവിടെ റിസീവിങ് റവന്യൂ കൊടുക്കുക. പിന്നെ വാട്ട്സ് യുവർ എക്സ്പെക്റ്റഡ് മന്ത്ലി അക്കൗണ്ട് ബാലൻസ്, നിങ്ങൾക്ക് ഒരു മാസം അപ്രോക്സിമേറ്റ് എത്ര സെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു 10K കൊടുത്താൽ മതി. വിച്ച് കൺട്രീസ് യു ഓപ്പറേറ്റ്, നിങ്ങൾ ഏത് കൺട്രീസിലാണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ US ആണെങ്കിൽ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കൊടുക്കുക. പിന്നെ അതേപോലെ യുണൈറ്റഡ് കിങ്ഡം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ്സ്, ഹൗ മച്ച് മണി ഡു യു എക്സ്പെക്ട് ടു സെൻഡ് ഓർ റിസീവ് ഈച്ച് മന്ത്, ജസ്റ്റ് 10K കൊടുക്കുക. വിച്ച് കൺട്രീസ് യു എക്സ്പെക്ട് ടു സെൻഡ് മണീസ് ഫ്രം, നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക. ഞാനിപ്പോൾ ബഹ്റൈൻ ചൂസ് ചെയ്തു. നെക്സ്റ്റ്, ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. യെസ്, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ, അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഒരു അഡീഷണൽ how your business operates, make sure we comply with the regulations. Does your business have website, online storefront? Yes, we have a business. Company website ൻ്റെ URL കൊടുക്കുക. പ്രൊഡക്ട്സിൻ്റെ സെല്ലിംഗ് ഓറിയൻറ്റഡ്, പ്ലീസ് പ്രൊവൈഡ് എക്സാമ്പിൾ ലിങ്ക്സ്. നിങ്ങളുടെ ഒരു കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഡയറക്റ്റ് URL കോപ്പി ചെയ്തിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവസാനം നിങ്ങൾ റിവ്യൂർ അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്തതും നിങ്ങൾ അറ്റാച്ച് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് കംപ്ലീറ്റ് A to Z വായിച്ചു നോക്കുക, സബ്മിറ്റ് ചെയ്യുക. മെർക്കുറി നിങ്ങളടുത്ത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും കൂടെ കറക്റ്റ് ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 40, മാക്സിമം ഒരു 40, മിനിമം 48, മാക്സിമം ഒരു 4-5 ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെർക്കുറി അക്കൗണ്ട് ആക്ടിവേഷൻ ആയി കിട്ടും. സോ നിങ്ങൾക്ക് LLC ആയി, EIN ആയി, മെർക്കുറി ആയി. സോ ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രൈപ്പിലൊക്കെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ അതിൻ്റെ വായിലെ വെള്ളം പറ്റി. ഓക്കെ, എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഒരു കമൻസ് ഇടുക. ഓക്കെ, എന്നാൽ എനിക്ക് കൂടുതൽ എൻകറേജ് ചെയ്ത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഉത്സാഹം, അല്ലെങ്കിൽ ഒരു എൻകറേജ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടോ, കാരണം ഞാനൊരു ബിഗിനറാണ് യൂട്യൂബിൽ. സോ എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ,
ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സോ ഇതിൻ്റെ ഓൾ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട 1 by 1 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ഹാവിങ് എ വെരി ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.